അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ മെയ് 24 വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്തും ലോകാരോഗ്യ സംഘടനയും ഇങ്ങനൊരു ദിനം, സ്കിസോഫ്രിനിയ ദിനമായിട്ട് ഇങ്ങനെ ആചരിച്ച് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. തീർച്ചയായിട്ടും സ്കിസോഫ്രിനിയ എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അജ്ഞാതമായിട്ടുള്ള തികച്ചും ഒരു ദുരൂഹത സൃഷ്ടിക്കുന്ന ഒരു രോഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് സ്കിസോഫ്രീനിയ. ഏകദേശം 100 പേരിൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ രോഗമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ കേരളത്തിൻ്റെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 3 കോടി, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 3,50,00,000 ജനസംഖ്യയുള്ള ആളുകളിൽ ഒരു 3.5 ലക്ഷം ആളുകൾ എങ്കിലും ഈ സ്കിസോഫ്രീനിയ രോഗബാധിതരാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ദുരൂഹമായിട്ടുള്ള ഈ അസുഖത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമാണ്. കാരണം ഈ അസുഖത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടഞ്ഞു നിർത്തുന്നതിന് നമുക്ക് വേണ്ടത് എത്രയും നേരത്തെ തന്നെ ഈ അസുഖം കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ചികിത്സ ആരംഭിക്കുകയാണ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ് ഈ അസുഖം ക്രോണിസിറ്റി, അതായത് വിട്ടുമാറാത്തൊരവസ്ഥയിലേക്ക് പോകാനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള ചികിത്സാ രീതികളും ചികിത്സ ലഭിക്കാതെ പോകുന്നതായിട്ടുള്ള അസുഖം സ്കിസോഫ്രീനിയാണ്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയെല്ലാം ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളുന്നത്. എന്തുകൊണ്ടാണ് മെയ് 24 തന്നെ സ്കിസോഫ്രീനിയ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്? നമുക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ടെല്ലാം നമ്മളിപ്പോൾ 1700 കാലഘട്ടം, 1700 കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം സ്കിസോഫ്രീനിയ എന്നുള്ളത്, അന്ന് സ്കിസോഫ്രീനിയ എന്നുള്ള പേരൊന്നുമില്ല. സ്കിസോഫ്രീനിയ എന്നുള്ള പേരൊക്കെ പിന്നീട് 1872 ബ്ലോയിലറും ക്രപ്ലിൻ ഇങ്ങനെ ആളുകളൊക്കെയാണ് ഈ അസുഖത്തിന് ഇങ്ങനെ പേരിട്ടത്. അന്ന് അത് ഭ്രാന്ത് എന്നുള്ള പേരിൽ മാത്രം അറിയപ്പെടുന്ന, ചിത്തഭ്രമം എന്നൊക്കെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു രോഗമായിരുന്നു. അപ്പം അന്നെല്ലാം ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. അന്ന് ഈ ജനങ്ങളെല്ലാം, ഈ രോഗം വരുന്ന രോഗബാധിതരെ ജയിൽ, ഭ്രാന്തൻ ജയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ജയിൽ, ഇന്ന് കാണപ്പെടുന്ന ജയിൽ, അങ്ങനത്തെ ജയിലിടുകയും പുറത്തേക്ക് വരാത്ത രീതിയിൽ വലിയ കൂറ്റൻ മതിലുകൾ, ഗേറ്റൊക്കെ ആയിട്ടുള്ള ജയിലിൽ അവരിടുകയും മറ്റുള്ളവർക്ക്, ആ ജയിലിലെ മറ്റ് അന്തേവാസികൾക്ക് പ്രശ്നം വരാതിരിക്കാനായിട്ട് അവരെ ഒറ്റയ്ക്ക് പാർപ്പിക്കാവുന്ന സെല്ലുകളിൽ താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ മാത്രമല്ല, ഈ സെല്ലുകളിൽ താമസിച്ചുകൊണ്ട് മാത്രമല്ല, കൂടുതൽ ഉപദ്രവകാരിയായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ സ്വയം ഉപദ്രവിക്കുക, ആത്മഹത്യക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്കിസോഫ്രീനിയ രോഗികളാണെങ്കിൽ അവരെ ചങ്ങലക്കിടുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ചികിത്സാ രീതി. 1800 കാലഘട്ടത്തിലെ ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചികിത്സാ രീതിയിൽ നിന്നും ഒരു മാനുഷികപരമായിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് കൊണ്ടുവന്നത് ഏകദേശം 1870 കാലഘട്ടത്തിലാണ്. അന്ന് സൈക്കാട്രിസ്റ്റുകളൊന്നുമില്ല. അന്ന് ഡോക്ടർമാർ, വിഷഗുരന്മാർ എന്ന് പറയുന്ന 2 ആളുകൾ, യോർക്ക്ഷയർ എന്ന് പറഞ്ഞ അസൈലം, അതായത് ഭ്രാന്താശുപത്രിയിൽ ഡോക്ടർമാരായിട്ടുള്ള വില്യം ടൂക്ക്, അതുപോലെ തന്നെ ഫിലിപ്പ് പിനൽ, ഈ 2 പേരാണ് ആദ്യമായിട്ട് ഇത്തരത്തിലെ രോഗികളെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചത്. ചെയിനിൽ നിന്നും റിലീസ് ചെയ്ത ആ ഒരു അന്നത്തെ ഒരു ദിനമാണ് ഇന്ന് നമ്മുടെ മെയ് 24 ലോക സ്കിസോഫ്രീനിയ ദിനം ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അതിനുശേഷം എല്ലാ വർഷവും കഴിഞ്ഞ 20-25 വർഷമായിട്ടുണ്ട് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഈ ദിനം സ്കിസോഫ്രീനിയ ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഈ രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ചും മിഥ്യാധാരണകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി ബോധവൽക്കരിച്ച് എത്രയും നേരത്തെ ഇത്തരത്തിലുള്ള രോഗബാധിതരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് പൊതുവായിട്ട് എല്ലാ തരത്തിലുള്ള മാനസിക രോഗങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന അവശത, അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഒരു ഉൽപാദനക്ഷമത എത്ര കണ്ട് കുറയ്ക്കുന്നു, നമ്മൾ എത്ര ദിവസം ജോലിക്ക് പോകാൻ പറ്റാതെ നമ്മൾ ഇരിക്കുന്നു, അങ്ങനെയുള്ള ഇതാണ് അവശത. അതിൻ്റെ ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ലോസ് ഓഫ് ഡെയിലി
ഡാലി എന്നൊക്കെ പറയും. നമുക്ക് ആ ഡിസേബിലിറ്റി മൂലം നമുക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പം മൊത്തം മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന അവസരം 1990-ൽ 10% അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2000-ലേക്ക് എത്തിയപ്പോഴേക്കും 12%, 2020-ൽ 15%, 2024 എത്തുമ്പോഴേക്കും ഏകദേശം 20% ആയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് മറ്റ് ശാരീരിക അസുഖങ്ങളായിട്ടുള്ള ക്ഷയരോഗമോ ക്യാൻസറോ ഹൃദ്രോഗമോ ഒക്കെ അപേക്ഷിച്ച് അതിനേക്കാളൊക്കെ കൂടുതലാണ് ഈ മാനസിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഡിസേബിലിറ്റി അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി അവസ്ഥ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സ്കിസോഫ്രീനിയ രോഗമുള്ള ഒട്ടുമിക്ക ആളുകളും ജോലിക്ക് പോകാറില്ല.